ഈശോ സ്നേഹിക്കുന്നവരെ, ഈ നമ്പറിൽ മെസ്സേജ് അയച്ചാൽ സമ്മാനം നൽകിയുള്ള ക്വിസ് അടക്കമുള്ള കാര്യങ്ങളിൽ പങ്കെടുക്കാനായിട്ട് സാധിക്കും. ഒന്നാമത്തെ ചോദ്യം: യൂദാ അദോണിബസേക്കിനെ കൊണ്ടുവന്നതെവിടെ? ഉത്തരം: ജെറുസലേമിൽ. 1:19 പ്രകാരം യൂദാ എന്താണ് കൈവശമാക്കിയത്? അരുവികൾ, സമതലങ്ങൾ, മലമ്പ്രദേശങ്ങൾ, നെഗബ്. ഉത്തരം: മലമ്പ്രദേശങ്ങൾ. ആഷേർ പുറത്താക്കാതിരുന്നവരിൽ പറയാത്ത നിവാസികൾ എവിടുത്തേത്? ഹെർബ, അഫലാബ്, റഹോബ്, അക്കോ. ഉത്തരം: അഫലാബ്. ന്യായാധിപന്മാർ 2:10 ആവർത്തിക്കുന്ന പദം ഏത്? കൽപ്പന, തിന്മ, കർത്താവ്, തലമുറ. ഉത്തരം: തലമുറ. ന്യായാധിപന്മാർ 2:2 കൽപ്പന അനുസരിച്ചില്ല എന്ന് പറയുമ്പോൾ കർത്താവിൻ്റെ കൽപ്പനകൾ അനുസരിച്ച് ജീവിച്ച പിതാക്കന്മാരെക്കുറിച്ച് പറയുന്ന വാക്യം ഏത്? 3 13 17 15? ഉത്തരം: 2:17. അങ്ങനെ അവർ കർത്താവിനെ ഡാഷ്. ന്യായാധിപന്മാർ 2:12 പൂരിപ്പിക്കുക. ധിക്കരിച്ചു, ഉപേക്ഷിച്ചു, പ്രകോപിപ്പിച്ചു, വിട്ടകന്നു. ഉത്തരം: പ്രകോപിപ്പിച്ചു. 3 3 3 5 എന്നീ ന്യായാധിപ വാക്യങ്ങളിൽ പൊതുവായി പറയുന്ന ജനവിഭാഗങ്ങൾ ഏവ? ഓപ്ഷനുകൾ ശ്രദ്ധിക്കുക. ഉത്തരം: കാനാന്യർ, ഹിവ്യർ. ഇസ്രായേൽ ജനം എത്ര ജനവിഭാഗങ്ങളുടെ ഇടയിൽ ജീവിച്ചതായാണ് 3:5 പറയുന്നത്? 7 5 8 6. ഇതിൽ ശരിയായ ഉത്തരം 6. അവൻ ഇസ്രായേലിൽ ന്യായവിധി നടത്തി. 3:10 ആണ്. ആര്? ഓപ്ഷനുകൾ നോക്കുക. ഉത്തരം: ഒത്നിയേൽ. ചോദ്യം 10: പരിചാരകർ കാത്തിരുന്ന സമയത്ത് യേഹൂദ് ശിലാവിഗ്രഹങ്ങൾക്കപ്പുറമുള്ള എവിടേക്കാണ് രക്ഷപ്പെട്ടത്? ഓപ്ഷനുകൾ ശ്രദ്ധിക്കുക. ഉത്തരം: സെയ്റ. ചോദ്യം 11: ആരുടെ ഭാര്യയായിരുന്നു ദബോറ പ്രവാചിക? ഓപ്ഷനുകൾ ശ്രദ്ധിക്കുക. ഉത്തരം: ലപ്പിദോത്ത്. ബാറക്ക് ആരുടെ മകനാണ്? അബിനോവാമിൻ്റെ ആണോ, യാബീൻ്റെ ആണോ, ഹോബാബിൻ്റെ ആണോ, യേഹൂദിൻ്റെ ആണോ? ശരിയായ ഉത്തരം അബിനോവാമിൻ്റെ. അടുത്ത ചോദ്യം: ബാറക്ക് സെബുലൂണിനെയും നഫ്താലിയെയും എവിടെയാണ് വിളിച്ചു കൂട്ടിയത്? കേദഷിൽ. എന്താണ് കർത്തൃസന്നിധിയിൽ വിറപൂണ്ടത്? വൃക്ഷങ്ങൾ, പർവ്വതങ്ങൾ, ആകാശം, ഭൂമി. ഉത്തരം: പർവ്വതങ്ങൾ. ചോദ്യം 15: എന്താണ് ന്യായാധിപന്മാർ 5:7 സംബോധന? അല്ലെങ്കിൽ എപ്രകാരമാണ് ബാറക്ക് ദബോറ? അടുത്ത ചോദ്യം: യുദ്ധക്കളത്തിൽ നഫ്താലിയും ഡാഷ് വരിച്ചു. 5:18 പൂരിപ്പിക്കുക. ഉത്തരം: മരണം. ആര് നിമിത്തമാണ് ഇസ്രായേൽ വളരെ ശോഷിച്ചത്? ഉത്തരം: മിദിയാൻ. ചോദ്യം 18: ഏതു വംശജനാണ് യോവാഷ്? ഓപ്ഷനുകൾ നോക്കാം. ശരിയായ ഉത്തരം അബിയേസർ. 19: 6:16 അനുസരിച്ച് എപ്രകാരം മിദിയാൻകാരെ നീ നിഗ്രഹിക്കുമെന്നാണ് ഗിദെയോനോട് കർത്താവ് പറഞ്ഞത്? ഓപ്ഷനുകൾ നോക്കാം. ഉത്തരത്തിലേക്ക് വരാം. ഒറ്റയാളെ എന്ന പോലെ. അടുത്തത്: എത്ര തരം ജനവിഭാഗങ്ങളാണ് 6:33 പരാമർശിക്കപ്പെടുന്നത്? 1 4 2 3. ശരിയായ ഉത്തരം 3. 21ാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. ഗിദെയോൻ ഇസ്രായേൽ ജനത്തെ പരിശോധിച്ചപ്പോൾ എത്ര പേർ തിരിച്ചുപോയി? ഓപ്ഷനുകൾ നോക്കാം. ഉത്തരം 22,000 അല്ലെങ്കിൽ 22,000. 22ാമത്തെ ചോദ്യം: നഫ്താലി, ആഷേർ, മനാസെ ഗോത്രങ്ങളിൽ നിന്ന് വിളിച്ചു കൂട്ടിയ ഇസ്രായേൽക്കാർ ആരെയാണ് പിന്തുടർന്നത്? മിദിയാൻകാരെ. 23: എത്ര ഗോത്രങ്ങളുടെ പേരുകളാണ് ന്യായാധിപന്മാർ 7:23 പറയുന്നത്? 3 ഗോത്രങ്ങളുടെ പേരുകൾ. 25 ചോദ്യം 25 24: ആരൊക്കെ ഒരുമിച്ച് കൂടിയാണ് ബത്ത്ബാറയും ജോർദാനും വരെയുള്ള ജലാശയങ്ങൾ കൈവശമാക്കിയത്?
എഫ്രൈംകാർ. ജെറുബ്ബാൽ അതായത് ഗിദയോൻ ചെയ്ത ഡാഷ് ഇസ്രായേൽ മറന്നു. ഉത്തരം നന്മ. ഗിദയോന് ലഭിച്ച പൊൻകുണ്ടലങ്ങളുടെ തൂക്കം എത്ര ഷെക്കൽ? ഡി 1700. ഗിദയോൻ്റെ കാലത്ത് എത്ര വർഷം ദേശത്ത് ശാന്തിയുണ്ടായി? ഉത്തരം 40. ഗിദയോൻ മരിച്ചയുടനെ കർത്താവിനോട് അവിശ്വസ്തത കാട്ടിയ ഇസ്രായേൽ ആരെയാണ് തങ്ങളുടെ ദൈവമാക്കിയത്? ഉത്തരം ബാൽബറീത്ത്. ജെറുബ്ബാലിൻ്റെ കിങ്കരൻ ആര്? ഉത്തരം സെബൂൾ. അബിമലക്കും സൈന്യവും ഡാഷ് നിന്നെഴുന്നേറ്റു. 9:35 പൂരിപ്പിക്കുക. ഒളിയിടങ്ങളിൽ. 9:51 അനുസരിച്ച് തെബസ് പട്ടണത്തിനുള്ളിൽ ഉണ്ടായിരുന്നത് എന്ത്? ഓപ്ഷനുകൾ നോക്കാം. ഉത്തരം ഒരു ബലിഷ്ഠ ഗോപുരം. അബിമലക്ക് സേനയെ എത്ര ഗണമായി തിരിച്ചാണ് വയലിൽ പതിയിരുത്തിയത്? 3, 4, 5, 6. ഉത്തരം 4 ഗണം. 33. 10-11 അനുസരിച്ച് എത്ര തരം ജനവിഭാഗങ്ങളിൽ നിന്ന് രക്ഷിച്ച കാര്യമാണ് കർത്താവ് ഓർമ്മിപ്പിക്കുന്നത്? 4. എത്ര പേരുടെ പേരുകളാണ് 10:1 പറയുന്നത്? ഉത്തരം 4. എത്ര ന്യായാധിപന്മാരെക്കുറിച്ചാണ് 10-ാം അധ്യായത്തിൽ വിവരിച്ചിരിക്കുന്നത്? 3, 2, 4, 1. 3, 2, 4, 1. ഉത്തരം 3. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.